നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആണ്. സവാള ഒന്നും വഴറ്റാതെ വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞതിന് ശേഷം ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി അരപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് ഒരു തുടം വെളുത്തുള്ളി അല്ലെങ്കിൽ ഒരു 20-25 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. ഒരു 4 മുതൽ 6 വരെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവ് വേണ്ടാന്നുള്ളവർക്ക് കശ്മീരി വറ്റൽമുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 4 എണ്ണമാണ് ചേർത്തിട്ടുള്ളത്. ഒരു 15 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായതുകൊണ്ടാണ് 15 എണ്ണം എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 എണ്ണം എടുത്താൽ മതിയാവും. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇത് കശ്മീരി മുളക് പൊടിയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഹോളായിട്ടുള്ള പെരിഞ്ജീരകം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് 2 മിനിറ്റ് നേരം മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. ചിക്കനിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് മിക്സാക്കി വയ്ക്കുക. ചിക്കൻ ഇതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് 10 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. വെക്കണം എന്നും നിർബന്ധമില്ല. നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയാണ്. ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ച ചിക്കനിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അരപ്പ് മാത്രം മതിയാവും. കാരണം നമ്മൾ ചെറിയുള്ളി എല്ലാം ചേർത്തുകൊണ്ട് തന്നെ അത്യാവശ്യം അരപ്പ് ഉണ്ടാവും. എന്നാൽ ഒരുപാട് കൂടുതലായിരിക്കില്ല. നല്ലതുപോലെ ആ ചിക്കനിലെ എല്ലാ ഭാഗത്തേക്കും പിടിപ്പിച്ച ശേഷം ചിക്കൻ ഒരു 20 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് നേരം വെക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് ഒക്കെ തന്നെ വെച്ചാൽ മതിയാവും. സമയമുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കാം. ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. താഴെ വെച്ചാൽ മതിയാവും. അപ്പോഴേക്കും ഇതിലേക്ക് നന്നായി ഇത് പിടിച്ചു കിട്ടും. ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒക്കെ തന്നെ ഉള്ളൂ. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണ തീരെ ചേർക്കേണ്ടതെന്നാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ചെറിയ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടൊന്ന് റെഡിയാക്കി എടുത്താലും മതിയാവും. ഞാനിവിടെ ഒരു വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ചിക്കൻ എല്ലാം അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ചെറിയ തീയിലാണ് ഇടേണ്ടത്. ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. വളരെ ചെറിയ തീയിലിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും. അപ്പോഴേക്കും ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ആ ഒരു മസാലയുടെ ആ ഒരു പച്ചക്കുത്തെല്ലാം മാറിയിട്ട് വന്നിട്ടുണ്ടാവും. ഏറ്റവും ചെറിയ തീയിലാണ് ചെയ്യേണ്ടത്. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു 2 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഒന്ന് തുറന്ന് വെക്കാം. ആ ഒരു ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ വെളിച്ചെണ്ണ ഒന്ന് പുരണ്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകൾ ഭാഗത്ത് കിടന്നാൽ മതി. ഇനി ഇത് അടച്ച് വെച്ചാണ് വേവിക്കുന്നത്. 10 മിനിറ്റ് നേരം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കാൻ പാടില്ല. അടച്ച് വെച്ച് വേവിക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. അതുപോലെ തന്നെ അതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങി വരും. തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളമെല്ലാം ഇറങ്ങി തക്കാളിയൊക്കെ വെന്ത് ആ ഒരു മസാലയുടെ പച്ചക്കുത്തെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ടാവും. ചിക്കനും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു സമയത്ത് ചിക്കൻ്റെ തീയെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള പെപ്പർ ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒരു ലോ ഫ്ലെയിമിലൊന്ന് വെക്കണം. ആ സമയത്ത് അടച്ച് വെക്കേണ്ട, തുറന്ന് തന്നെ വെച്ചാൽ മതിയാവും.
1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർക്കണം, ചേർക്കാതിരിക്കരുത്. എരിവൊന്നും കൂടുതൽ ഉണ്ടാവില്ല. നല്ല ടേസ്റ്റാണ് ഈ ഒരു സമയത്ത് കുരുമുളക് പൊടി ചേർത്താൽ. ആ ഒരു ഫ്ലേവർ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടും. നല്ല ടേസ്റ്റുള്ള ഒരു എളുപ്പത്തിലുള്ള ചിക്കൻ റോസ്റ്റാണ്. നല്ല റോസ്റ്റായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സവാളയും തക്കാളിയും ഒന്നും നമ്മൾ വഴറ്റിയിട്ടൊന്നുമില്ല. എങ്കിലും ആ ഒരു പച്ചമണവും പച്ചച്ചുവയൊന്നും ഇല്ലാതെ തന്നെ നല്ല രുചിയിൽ കിട്ടുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. ഇതിൻ്റെ കുക്കിംഗ് ടൈം ഏകദേശം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് എടുക്കുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു ഈസ്റ്റർ സ്പെഷ്യലായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാനിത് ഗീ റൈസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. നല്ല ടേസ്റ്റാണ്, അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും പത്തിരിയുടെയും ഒക്കെ ഒപ്പം നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഈസി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതാണ്. അതുവരേക്കും താങ്ക്